മെന്നെ ഓ നമ്മുടെ അനന്തൻ നമ്പൂതിരിയെ പറ്റി എന്താ എന്റെ അഭിപ്രായം? നല്ല ശാരീരാണ്. അതല്ലടോ, നമ്മളൊരു ഉദ്യോഗം കൊടുത്താൽ അയാള് സ്വീകരിക്കോ? വിഷമാണ്. ഈ കലാകാരന്മാരെ കൊണ്ട് ഉത്തരവാദിത്തത്തോടെ ഒരിടത്തിരുന്ന് എന്തെങ്കിലും ഒരു ജോലി കൃത്യമായിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എങ്കിലും ഒന്ന് പരീക്ഷിക്കണേ തെറ്റില്ല. ആ, വിശ്വസിക്കാവുന്നവനാണ്. പിന്നെ മറ്റു ചില കണക്കൂട്ടലുകളും ഉണ്ടെന്ന് വെച്ചോളൂ. അറിയാം അറിയാം. തനിക്കെങ്ങനെ അറിയാം? രാധികയുടെ കാര്യല്ലേ? എടോ ഭയങ്കര, താനൊരു ബുദ്ധിരാക്ഷസം തന്നെ. ഇവിടെ തിരുമേനി മുഖം കാണിക്കാൻ കാത്തു നിൽക്കണു. മുഖം കാണിക്കാൻ കാത്തു നിൽക്കേ? അയാൾക്ക് അകത്തേക്ക് വരാൻ അനുവാദം വേണോ? വരാൻ പറയൂ. അടിയൻ വേറൊരാളൂടെ ഉണ്ട്. ഓ, ഇതാ വരണം എന്നെ. ഓ വരുന്നുണ്ട് വരുന്നുണ്ട്. ആ, ആരാ പുതിയ ആള്? ഇല്ലത്തെ കാര്യസ്ഥന്മാരിൽ ഒരാളാണ് ശങ്കുണ്ണിയാര്. ഓ, എവിടെയാ വീട്? ഇല്ലത്തിനടുത്ത് തന്നെയാണ്. കൂട്ടിക്കൊണ്ടു പോകാനാണോ എത്തിയിട്ടുള്ളത്? ഇയാളെ ഇനി ഇല്ലത്തേക്ക് വിടണില്ല. വേണ്ട, ഏ? ഇല്ലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആലോചിക്കാനുണ്ടായിരുന്നു. ആ, അപ്പോ എന്റെ കൂടെ ഇവിടെ കുറച്ചു ദിവസം താമസിക്കുന്നതിൽ അങ്ങേക്ക് വിരോധമൊന്നുമില്ലല്ലോ? വിരോധോ? നല്ല കാര്യായി. താൻ വേണച്ചാ ഇല്ലത്തുള്ളവരെ മുഴുവൻ ഇവിടെ കൊണ്ടും താമസിപ്പിച്ചോളൂ, സന്തോഷമേ ഉള്ളൂ. എന്നാ പിന്നെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ആ, ഞാന് കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. ആ. തന്നെയും വിളിപ്പിക്കണമെന്ന് വിചാരിച്ചതാ. ഓ. ഇനിയിപ്പോ വേണ്ട. ആ, രാത്രി കാണണം. ഉവ്വ. ആട്ടെ. ഓ വേണ്ടേ? ഏ നീ വന്നേ. എന്റെ നമ്പൂരിച്ച, നിങ്ങൾ ആള് വളഞ്ഞ വിത്ത് തന്നെ. ഒരു മഹാരാജാവ് നിങ്ങളെ കളിക്കൂട്ടിനെ പോലല്ലേ പെരുമാറുന്നത്? ഇത്രയും നല്ലൊരു മനുഷ്യൻ, മുഖത്തെ ആ തേജസ് കണ്ട. ഇപ്പൊ എനിക്ക് മനസ്സിലായി. നിങ്ങൾ പറഞ്ഞാണ് ശരി. ഏത് കൊലക്കൊമ്പം വന്നാലും പൊന്നുരുക്കി തരാന്ന് പറഞ്ഞാലും ഈ മനുഷ്യനൊന്ന് നുള്ളി നോവിക്കാൻ ഒരുത്തനും തോന്നൂല. അല്ല, നമുക്ക് മറ്റേ ചെയ്താന്റെ അടുത്ത് പോണ്ടേ? അത് രാത്രി. അപ്പൊ പറ്റൂലേ? എന്നാ പോവാ. പുതിയൊരു ആളുകൂടി ഉണ്ട് അല്ലേ? ഉവ്വ, എന്റെ സ്നേഹിതനും സഹായിയുമാണ്. എന്താണ്? എന്തോ പുതിയ പദ്ധതി പറയാനുണ്ടെന്ന് അറിയിച്ചത്. കൂട്ടായി ആലോചിക്കാം. അങ്ങനെ ആലോചിക്കാനുള്ള കാര്യമൊന്നുമില്ല. മൂപ്പർക്ക് കൊല്ലാൻ കഴിയില്ലെന്നാ പറയണേ. എന്ത്? അതെ, സത്യമാണ്. എനിക്ക് ആരെയും കൊല്ലാൻ കഴിയില്ല. ഞാനൊരു കൊലയാളി ഒന്നുമല്ല. പിന്നെ എന്തിനാണോ താൻ അഡ്വാൻസ് വാങ്ങി ഇങ്ങോട്ട് പുറപ്പെട്ടത്? ചേർക്കാനോ? രവിവർമ്മേ, അയാൾക്ക് പറയാനുള്ളതെല്ലാം പറയട്ടെ. അത്ര വിസ്തരിച്ച് വരാനൊന്നുമില്ല. ഞങ്ങൾ കൂറുമാറി അതന്നെ. നിങ്ങളല്ല, അയാൾ സംസാരിക്കട്ടെ. എനിക്ക് ആരെയും കൊന്നു പരിചയമൊന്നുമില്ല. പറ്റാവുന്നിടത്തോളമൊക്കെ ഞാൻ നോക്കി. പക്ഷെ എന്റെ കൈയും കാലും വിറയ്ക്കുന്നു. പാവപ്പെട്ട ഒരു പാട്ടുകാരനാണ് ഞാൻ. കാശിന്റെ അത്യാവശ്യം കൊണ്ടാണ് ഞാൻ ഇതിനിറങ്ങി പുറപ്പെട്ടത്. വാങ്ങിയ കാശിൽ 1000 രൂപ എടുത്തിട്ടുള്ളൂ. ബാക്കി എന്തിരിച്ചു തരാം. നമുക്ക് സമാധാനപരമായിട്ട് കാര്യങ്ങൾ അവസാനിപ്പിച്ചുകൂടെ? രണ്ടിനെയും കൊന്ന് കുഴിച്ചു മൂടിക്കളെ പട്ടികള്. കേശവപിള്ളേ, മൗനം വിദ്വാനുഭൂഷണം. വാളിനെ വാളുകൊണ്ടും അത്രത്തിനെ അത്രം കൊണ്ടുമാണ് നേരിടേണ്ടത്. കുട്ടികൾ പൊയ്ക്കോട്ടെ. ഉപമ പറഞ്ഞ് പിപ്പിരി കാട്ടൊന്നും വേണ്ട. ബോംബെയിൽ അനവധി രാധമാരുടെ തോള് കയറ്റി നടന്നിട്ടുള്ളവനാണ് ഈ ജമാല്. ഞാനും അങ്ങനെ തന്നെ. അതെ, അതുകൊണ്ട് അങ്ങനെ പേടിച്ചു പോകാനൊന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. തമ്പുരാനായിട്ട് കുറച്ച് കൂടുതൽ അടുത്തുപോയി. മാത്രമല്ല, പോകുന്ന സ്ഥിതിക്ക് നമ്മൾ എന്തിനാണ് വന്നതെന്നും എന്തായിരുന്നു നമ്മുടെ ഉദ്ദേശമെന്നും തമ്പുരാനോട് പറഞ്ഞിട്ട് പോകുന്നതല്ലേ അതിന്റെ മര്യാദ. പിന്നെ മര്യാദകള് എവിടെയും പാലിക്കണം. മാത്രമല്ല, ഉദയവർമ്മയുടെ കൂടെ കുറച്ചു നാൾ കൂടി രസിച്ച് താമസിച്ചിട്ട് പോയാ മതി. അപ്പൊ ഞങ്ങൾക്ക് പോകാലോ? പോയി വരും കുട്ടികളെ, പോയി വരും. മധുരം കൂടുന്നുവെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോഴെന്തായി? അവര് പ്രശ്നാവോ ചെറിയച്ച? തരട് ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്. ഇനി വൈകണ്ട.